ഭാനുമായി സുഖമല്ലേ ഭാനുമായിക്ക്? ഇപ്പൊ എത്ര പേരാ ഭാനുമായിക്ക് കൂട്ട്? രാജമ്മ, അമ്പിളി, ദേ ഇപ്പൊ കുഞ്ഞുമോളും. ജാനിക്കുട്ടി എന്തിനാ കണ്ടവരെയൊക്കെ വിളിച്ച് തറവാട്ടി കൊണ്ട് താമസിപ്പിക്കുന്നേ? ആരാ അമ്മായി കണ്ടവര്? ഒന്ന് രാജമ്മ ചേച്ചിയല്ലേ, അവരുടെ ഉള്ളത് അമ്മായിക്കൊരു സഹായമല്ലേ. പിന്നെ അമ്പിളി, അത് ജാനിക്കുട്ടിയുടെ കൂടെപ്പിറപ്പല്ലേ. അതൊന്നും സാരമില്ല. ദാ ആ പോയ പെങ്കൊച്ചിനെയൊക്കെ വിളിച്ചോണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. തെങ്ങുകയറ്റക്കാരന്റെ മോളാത്രേ. അമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? തറവാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നോ എന്നാ എന്റെ ചോദ്യം. എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ വേണ്ടതെല്ലാം കൊടുത്ത് വേറെ എവിടെയെങ്കിലും താമസിപ്പിച്ചാ പോരായിരുന്നു. ആദ്യം അനീതിയാണെന്നും പറഞ്ഞ് മറ്റേ പെങ്കുച്ചിനെ കൊണ്ടുവന്നു. നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അതിനോട്? ഗോവിന്ദൻകുട്ടി പോലും നമുക്കാരുമല്ല. അപ്പൊ പിന്നെ ഗോവിന്ദൻകുട്ടിക്ക് വേറെ ഏതോ സ്ത്രീയിലുണ്ടായ മകൾ ആരാ നമുക്ക്? അത്രയ്ക്കൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ അമ്മായി? ആ പെങ്കൊച്ചിനെ ആരാണ്ടൊക്കെ പീഡിപ്പിച്ചതാണെന്ന് പത്രത്തിലും ടിവിയിലും എല്ലായിടത്തും വന്നതാ. അത് സ്വന്തം അനീതിയാണെന്നും പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കുക ജാനിക്കുട്ടി. അത് അഭിമാനമാണോ അതോ നാണക്കേടോ? നീ പറ. ആളുകളുടെ മുമ്പില് അവളുടെ മതിപ്പ് വരെ കുറച്ചിടിഞ്ഞു പോയില്ലേ? ഭാനുമായി, ഈ അഭിമാനമെന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്നതേ വാസ്തവത്തിൽ ദുരഭിമാനമാണ്. നമുക്കെല്ലാം ഒരുപാട് ദുരഭിമാനങ്ങളുണ്ട്. ശരിക്കുമുള്ള അഭിമാനം എന്താണെന്നറിയോ? നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യാനുള്ള ധൈര്യവും അത് ചെയ്തതിന്റെ സംതൃപ്തിയുമാണ് അഭിമാനം. ബാലേട്ടനുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുവോ? അത് പറ. സമ്മതിക്കുവോ? ബാലമാമ പലപ്പോഴും ദുരഭിമാനിയായിരുന്നു. സ്വന്തം മകൾ താണജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ആ മകൾ മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് കാണാൻ പോയില്ല. അതൊക്കെ ദുരഭിമാനം. പക്ഷേ അതേ ഗോവിന്ദൻകുട്ടിയുടെ മോളെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നപ്പോ ബാലമാമയുടെ മുഖത്ത് അഭിമാനത്തിന്റെ തിളക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാ?